എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ സൺഡേ ഈ ഒരു ചട്ടിക്കഞ്ഞിയൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഓറഞ്ചും പഴംപൊരിയും തണ്ണിമത്തങ്ങയൊക്കെ കഴിച്ചു. ഇത് ബ്ലൂബെറി ഡാനിഷ് എന്തോ ഒരു സാധനമൊക്കെ കഴിച്ചു. പിന്നെ എന്തൊക്കെയൊക്കെയോ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്നിട്ട് ഒരു പിക്നിക്കിന് പോകാനായിട്ട് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലറ്റും ഏത്തക്കാപ്പും എല്ലാം ഉണ്ടാക്കിയെടുത്തു. പിക്നിക്കിന് വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് പായയും അങ്ങനെയൊക്കെ കരുതി. പിന്നെ തേൻമിഠായിയൊക്കെ എടുത്തു വെച്ചു. വെള്ളം നല്ല ചൂടുള്ളതുകൊണ്ട് വെള്ളവും പിന്നെന്താ കാസറോളിലാണ് എല്ലാം ഉണ്ടാക്കിയതെടുത്തത്. പ്ലേറ്റും ഗ്ലാസും അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ദുർഗാ തേക്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ കുട്ടികളൊക്കെ പായൊക്കെ പിടിച്ച് നടപ്പാണ്. പുൽക്കൂടാന്ന് തോന്നുന്നു, ന്യൂ ഇയറിന് ഉണ്ടാക്കി വെച്ച പുൽക്കൂടാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ വണ്ടി ഇങ്ങനെ വരാത്ത സ്ഥലമായതുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് നടക്കാനായിട്ട്. ഞങ്ങൾ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ടാണ് സ്ഥലത്ത് എത്തിയത് സ്പോട്ടിൽ. അപ്പം ഞങ്ങളങ്ങനെ അധികം എക്സ്പ്ലോറൊന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ഈ കുട്ടികളുടെ കൂടെ നിന്ന് ബോർഡ് വായിച്ചും ഫോട്ടോ എടുത്തും ഞങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പം നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ്. ഒത്തിരി ഫാമിലീസൊക്കെ പിക്നിക്കിന് വന്നൊരു സ്പോട്ടാണ് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഞങ്ങളിങ്ങനെ ഈ ഒരു സ്ഥലത്തോട്ട് അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒത്തിരി ദൂരം നടക്കാനൊക്കെ ഉണ്ട്. ക്രിക്കറ്റും ഷട്ടിലൊക്കെ കളിക്കുന്നത്. ഞങ്ങളൊരു ആൽമരത്തിൻ്റെ കീഴിലായിട്ട് ഞങ്ങളുടെ പായൊക്കെ വിരിച്ച് ഞങ്ങളിരിപ്പ്. അപ്പോൾ മറ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ അടയും ഉള്ളിവടയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ സുലൈമാനി മുഹമ്മദ് നമ്മുടെ ലെമൺ ടീയൊക്കെ മുഹമ്മദ് സുലൈമാനിയൊക്കെ എടുത്ത് ഈ ആലിൻ്റെ കീഴിൽ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അടിപൊളി സമയമായിരുന്നു. ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് ഇങ്ങനെ ഇരിപ്പായി മാനത്തോട്ട് നോക്കി അവരൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഒരു തരത്തിലുള്ള മഞ്ഞപ്പൂവൊക്കെ കണ്ടു. നല്ല രസം തോന്നിയപ്പോൾ ഞാൻ ചുമ്മാതെ എടുത്താണ് കേട്ടോ. മുളം കാടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ഞാൻ ഇങ്ങനെ താഴെ കിടന്നിട്ട് ഈ ആലിലേക്ക് ഇങ്ങനെ അനങ്ങുന്ന നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പൂവൊക്കെ വെച്ച് ചുമ്മാ ഫോട്ടോ ഒക്കെ എടുത്ത്. അതുണ്ട് ഒരു മയിൽ പോകുന്ന വഴി ഞാനിങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. ചുമ്മാ ഒരു ഫണ്ണിന് ഇങ്ങനെ എടുത്തു. ഞങ്ങൾ ചുമ്മാ നോക്കുമായിരുന്നു അതിങ്ങനെ പീലി വിടർത്തി ആടുന്നുണ്ടോ എന്ന്. പക്ഷേ മഴക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആടിയൊന്നുമില്ല. എന്നാലും നമ്മൾ മയിൽ പോകുന്ന വഴി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പിക്നിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഈ പിക്നിക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാർക്കിലോട്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അർമാതെ വരുന്നു പിള്ളേർ, മണ്ണൊക്കെ വാരി തലേക്കടെ എറിഞ്ഞ്. അവിടെ ഞങ്ങൾ കുറേ സമയം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് രാത്രിയിൽ വീട്ടിൽ ചെന്നപ്പം നല്ല ലേറ്റായി. 9:45 ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം. എന്നാലും ഭയങ്കര ഒരു വൃത്തിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പിക്നിക്കൊക്കെ ഇങ്ങനെ സൺസെറ്റ് കാണുമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ഒരു സമയം തൊട്ട് ഒരു ഡിസ്കഷനായിരുന്നു കേട്ടോ. സൺസെറ്റിൻ്റെ സമയത്തും സൺറൈസിൻ്റെ സമയത്തുമുള്ള വിൻഡിനെ കുറിച്ചൊരു ഡിസ്കഷനിലൊരു ചെറിയൊരു തർക്കമൊക്കെ ആയി. പിന്നെ അതൊക്കെ സോൾവായി. അങ്ങനെ ഒരു നടപ്പായിരുന്നു. സൺസെറ്റും സൺറൈസിൻ്റെ സമയത്തിന് വിൻഡിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടപ്പായി. പിന്നെ പാർക്കിലെത്തി. കുട്ടികൾക്ക് പാർക്കിലെത്തിയതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിക്നിക്കിനേക്കാളും എൻജോയ്മെൻ്റ് ആയത് കേട്ടോ. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചു അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാനായിട്ട്. ആക്സിഡൻ്റലി ആണോ പറഞ്ഞിട്ടാണോ ഇവർ രണ്ടുപേരും സെയിം ബ്ലാക്ക് കളർ ഒക്കെ ആയിരുന്നു. പിന്നെ അതേ പിള്ളേർ മണ്ണിനകത്ത് കുളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിറയെ താറാവും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാതെ അതെടുത്തു. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാതെ ചായ കുടിക്കാനായിട്ടൊരു കഫേയിൽ പോയി. ഞാൻ നല്ല ജിഞ്ചർ ലെമൺ ടീ ഒക്കെ കുടിച്ചു. നല്ല
അതിന് ഗൗതം എന്തോ സ്റ്റെപ്പ് എന്തോ പഠിപ്പിക്കുകയാണ്, കൂട്ടുകാരി സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. പാർക്കിൽ നിന്ന് വെളിയിലോട്ട് പോവുകയാണ്. ആ പാർക്കിൽ നിറയെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പാർക്കായിരുന്നു. നമ്മൾ ആദ്യം പോയ സ്ഥലം ദുർഗാ തേക്കടി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അതിനടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലും പോയി. ഇവിടെയൊക്കെ ഞങ്ങളുടെ ഈ പൂനെയിലെ ഞങ്ങളുടെ ഈ മല്ലു ഫ്രണ്ട്സാണ് കേട്ടോ ഞങ്ങളെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാനില്ല, അവർക്ക് ഒത്തിരി 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 പുതിയ സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങളെക്കാളും കുറച്ചും കൂടെ അവർക്ക് ഈ സ്ഥലമൊക്കെ പരിചിതമാണ്. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ മെമ്പേഴ്സൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പം കുറേ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്കും കാണിച്ചു കൊടുക്കാനായിട്ട്. സിറ്റി അല്ലാതെ കുറേ നേച്ചർ ഫ്രണ്ട്ലി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പൂനെയിൽ. നമ്മളിങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. പിള്ളേർ ഒരു രക്ഷയില്ല. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു, ഈ പിള്ളേർക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം എനർജി വരുന്നത്. കുറേ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒരു ഇതായിപ്പോയി, എക്സ്പോസ്റ്റഡ് ആയിപ്പോയി. പിള്ളേർ പക്ഷേ നല്ല തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കളിച്ച് മതിയായില്ല അവർക്കൊന്നും. പിന്നെ കറണ്ട് പോയായിരുന്നു ഇടയ്ക്ക്, അതാണ് ഇരുട്ട്. ഞങ്ങൾ ടോർച്ച് ലൈറ്റിൽ ഇങ്ങനെ നടപ്പായി. ഇതിനെല്ലാം ശേഷം ഞങ്ങൾ കാറിലിരുന്ന പാട്ടൂടെ പാടി തകർത്തു. ഒരു കഥ പറയാം, കഥ പറയാം, ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നൂരണ്ടിളം മുളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിന്റെ തൂവലായി തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പർ ഒരു നാളിൻ സംഗീതമായി, പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുല്ലാനികൾ പൂത്തുലഞ്ഞിടും ബീച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാടം തന്ന പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ
പറയാ